അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ലുലു മാളിലെത്തി. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ അമ്പൂസ് നല്ല ഉറക്കത്തിലാണ്. അമ്പു നീക്കടാ, അമ്പുശേ നല്ല ഒക്കത്തിലാണ്. കണ്ണെത്താ ദൂരത്ത് മുഴുവൻ പാർക്കിംഗ്. എനിക്ക് തോന്നുന്നു കൊച്ചി ലുലു മാളിലും കാട്ടിയും കൂടുതൽ അല്ലേ പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. ഇതൊന്നുമല്ല പാർക്കിംഗ്, അപ്പുറം വേറെയുണ്ട്, അതിന് അപ്പുറം വേറെയുണ്ട്. ഇതൊന്നും കാണാതെ അമ്പു നല്ല ഉറക്കം. നമ്മളൊക്കെ ജനിച്ചപ്പോ ഉണ്ടായിരുന്നു ചന്തേട്ടന്റെ പീടിയ, അപ്പേട്ടന്റെ പീടിയ. അമ്പൂസൊക്കെ ജനിച്ചപ്പോ യൂസഫ് അലിക്കാക്കന്റെ പീടിയ അല്ലേ മോളെ. ചെറിയ കടകള്. ആണ് ലുലു മാളിന്റെ പാർക്കിംഗ് ഏരിയ. ഇതൊന്നുമല്ല പാർക്കിംഗ് ഏരിയ. നല്ല ഉള്ളോട്ടുള്ള ഏരിയയിലായി പോയി. കാരണം വേറെ സ്ഥലം കിട്ടുന്നില്ല. ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഏരിയ വണ്ടിയോട്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ലുലു മാളിൽ അടുത്തെത്താൻ വേണ്ടിയിട്ട്. എക്സിറ്റ് ഏരിയ അവിടെയാണ് കാണിക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ലുലു മാളിൽ കോഴിക്കോടുള്ള സകല ആളുകൾ എത്തുന്നുണ്ട്. രജിസ്ട്രേഷൻ നോക്കുന്ന സമയത്ത് മലപ്പുറം വണ്ടികളൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. പാർക്കിംഗ് അവിടെ കാണുന്നൊക്കെ പാർക്കിംഗ്. കോഴിക്കോട് ഒരു വണ്ടി പോലും റോട്ടുമ്പിൽ കാണാനില്ല. എല്ലാം ഇങ്ങോട്ട് കയറിപ്പോയി കുറെയൊക്കെ. ലുലു മാളിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കലുങ്കൊക്കെ ഉണ്ട്. കലുങ്കിറക്കം ഒരു മാറ്റി വേറെ ലെവലാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി മെല്ലെ ഉള്ളോട്ട് നീങ്ങാം. എന്നെ ഇപ്പൊ തട്ടിടേ. ഷോപ്പൊക്കെ ആയി വരുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റിനുള്ളിലാകില്ല. അമ്മനെ കുട്ടിയൊന്ന് കുടിക്കാനല്ലേ. അടിപൊളി ബാഗ്സ്. മുന്നിൽ പോട്ടെ.
ഇതെന്താ ഇതൊരു മെട്രോ അല്ലേ? അവിടെ സെറ്റപ്പ് സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടിയിട്ട് കണ്ടു. അത്തർ ഷോപ്പാണ്. അങ്ങോട്ട് പോവാ മറ്റോടത്തിലൊക്കെ. ഇതിനെക്കാട്ടും ചെറുതല്ലേ? ലുലു മാൾ യാത്ര, ഫസ്റ്റ് ലുലു മാൾ യാത്ര. ഇതപ്പോ ഇതിന് കയറാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അതിലെന്നെ പോകേണ്ടി വരും. ഇതെന്തോ നോക്കടി, ഇവനെ നോക്കടി, ഇവനെന്താ എണീറ്റ് ഇവനതാ എക്സ്പ്ലോർ ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു. ഇല്ലേ, സ്കാനിങ്ങിൽ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ ഒരു ഫോട്ടോ എടുത്താലോ? നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം സമയമില്ല. വാളാണ് പോക്കറ്റ് ഇപ്പൊ കാര്യം 199. അമ്പിടിക്ക് പറ്റില്ല. ഇതെന്താട്ടോ? 3 പീസ് സ്റ്റാർ. ഇതെത്രയാ? റോംബോ ഒന്നും മാല. അതിനെന്താ വില? 555. അമ്മര് വെയിറ്റ് തന്നെ എന്റെ കണ്ണിലൂടെ കാണുന്നൊക്കെ ആൾക്കാരും കണ്ടേ.
ഇഷ്ടം പോലെ ലേഡീസ് ബാഗ്സ് 1000 രൂപ, 1500 രൂപ, 2000 രൂപ. പക്ഷെ ഒക്കെ നല്ല ക്വാളിറ്റി സാധനം. എന്റെ സാധനങ്ങൾ നീ തന്നെ സൂക്ഷിക്കുക. എന്താ അതത്ര അങ്ങനെ അത്ര തലി അയ്യോടാ ഉറപ്പ് വേണ്ടി ഒക്കെ വരും കൂട്ടിക്ക്. വാ മാളിൽ ഏറ്റവും മുകളിലുള്ള നിലയാണിത്. ഇവിടെയാണ് ഗെയിമിംഗ് സെക്ഷൻ. ഇവിടെയുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 600 രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു കാർഡ് എടുക്കണം. ശേഷം ആ കാർഡ് റീചാർജ് ചെയ്തിട്ട് ഓരോ ഗെയിമും നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാവുന്നതാണ്. ഈ ഒരു ഏരിയ ചുറ്റിപ്പറ്റിയിട്ട് ചെറിയ ആൾക്കാർക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും കളിക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. പക്ഷേ നമ്മളെ പോക്കറ്റ് കാലിയാവുന്നത് എത്ര വട്ടം നമ്മളത് മനസ്സിലാവില്ല. ഇത് വിൻ ചെയ്താൽ പാവയൊക്കെ കിട്ടുന്ന ഗെയിമാണത്. ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ ഫുഡ് കോർട്ട് എംബോസ് വന്ന് നല്ല ഉറക്കത്തിൽ തന്നെ. അങ്ങോട്ട് വരണം. ലുലുമാളിൽ ഇന്ന് വന്നത് ഒരു മണ്ടത്തരായെന്ന് തോന്നി. കാരണം വേറെ ഒന്നല്ല, ഇത്രയും തിരക്കാണ്. ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വരെയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഇന്ന് തോന്നിയത്. വോയിസ് പിന്നെ കൊടുത്താൽ പോരെ. ശേഷം ഞങ്ങൾ കയറിയത് ഹൈപ്പർ മാർക്കറ്റിലാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ ഒരു ഭാഗത്ത് തീരെ ആൾക്കാരില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചെടുത്ത് തിരക്കൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷേ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ആൾക്കാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി.
ഞങ്ങൾ പ്രധാനമായിട്ട് വാങ്ങിയത് ധാന്യങ്ങളാണ്. ചെറുപയർ, മമ്പയർ, കടല, പരിപ്പ്, ഉഴുന്ന്. ആ ഒരു സെഷനിൽ വന്നപ്പോൾ എനിക്ക് തോന്നി നല്ല ഓഫർ ഉണ്ട്, നല്ല പൈസ കുറവുണ്ട്, അതുകൊണ്ട് വേഗം വാങ്ങി. പിന്നെ നടന്ന് നേരെ ചെന്നത് പച്ചക്കറി സെക്ഷനിലാണ്. പച്ചക്കറി സെക്ഷനിൽ ചെന്നപ്പോൾ പൂക്കളട്ട പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയിൽ കളർഫുൾ ആയിട്ട് പച്ചക്കറീസ്, ഫ്രൂട്ട്സ്, എന്തൊരു ഭംഗിയാണെന്നറിയാം അവിടെ കാണാൻ. പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ പച്ച, ചുവപ്പ്, മഞ്ഞ അങ്ങനെയുള്ള കളറിൽ വെക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ. ഒരു വർഷം മുന്നേ ലുലുമാളിൻ്റെ പണി ഇറക്കുമ്പോൾ തന്നെ പൊന്നുമോൾ എന്നോട് പറഞ്ഞാണ് ലുലുമാൾ കാണണം. ലുലുമാളിൽ എത്തിയപ്പോൾ ഓക്കിപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. ഈ ഒരു സെഷനിലെത്തിയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ശരിക്കും നമുക്കത് പൊട്ടിച്ച് കുടിക്കാൻ പാടില്ല, ബില്ലടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ കുടിക്കാൻ പാടുള്ളൂ. പക്ഷേ ഞങ്ങൾ ദാഹം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാങ്ങി വേഗം പകുതിയോളം പകുതി കുടിച്ചതിന് ശേഷമാണ് ഞങ്ങളത് ബില്ലടിച്ചത്. അടുത്ത സ്ഥലത്തെ പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധനം വാങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവരും വാങ്ങുന്നത് കുറച്ചേ ഉള്ളൂ, പക്ഷേ കൂടുതൽ ആൾക്കാർ പോകുന്ന സമയത്ത് വാങ്ങുന്നുണ്ട്. ഉപ്പിലിട്ട ഐറ്റംസ്, അതുപോലെ സലാഡ് ഐറ്റംസ്, പിന്നെ വെറൈറ്റി അച്ചാറുകൾ, മീൻ, ചെമ്മീൻ, ഇറച്ചി, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ എല്ലാം അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ പാക്കറ്റ് ആക്കിയിട്ട് അവർ തരും. അതുകൊണ്ട് ഞങ്ങൾ 2-3 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അച്ചാറിൻ്റെ സെക്ഷനാണ്. വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ നല്ലോണം വെള്ളം വരുന്നത്, വളരെ തുച്ഛമായ പൈസ. ഞാൻ ഈ തിരക്കിട്ട് അച്ചാറ് വാങ്ങുന്ന സമയത്ത് പൊന്നുമോൾ അവിടെ 4 വെള്ളം ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉപ്പിലിട്ട മാങ്ങ കണ്ടു. പിന്നെ രാത്രിയായപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് എങ്ങനെയും പുറത്തിറങ്ങണം എന്നുള്ള വാശിയായിരുന്നു. അമ്പൂശിന് വിശന്ന് കരച്ചിലായി.